നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. നവംബർ 25 തിങ്കളാഴ്ച തന്നെ പാർലമെന്റ് സമ്മേളനം തുടങ്ങുമ്പോൾ പ്രിയങ്ക ഗാന്ധിയുടെ സത്യപ്രതിജ്ഞ ഉണ്ടാകും എന്ന് വ്യക്തം. ആദ്യം സത്യപ്രതിജ്ഞ പിന്നീടത്തേക്ക് മാറ്റാം എന്ന് വിചാരിച്ചെങ്കിലും അതിനു മുമ്പ് തന്നെ വയനാടാണ് പ്രധാനം എന്ന് കരുതി തന്നെയാണ് പ്രിയങ്ക ഗാന്ധി ഡൽഹിയിൽ ലോക്സഭയിൽ സത്യപ്രതിജ്ഞ ചെയ്യാൻ പോകുന്നത്. ആദ്യം ഉന്നയിക്കുന്ന ചോദ്യം വയനാടിൻ്റെ പാക്കേജുമായി ബന്ധപ്പെട്ട കാര്യം തന്നെയാണ്. വയനാടിൽ ഉണ്ടായ ഉരുൾപൊട്ടൽ, മുണ്ടക്കൈയിലും ചൂരൽമലയിലും ഉണ്ടായ ഉരുൾപൊട്ടലിൽ ഉണ്ടായ സർവനാശം, അതിന് കൃത്യമായി ഒരു വിലയിരുത്തൽ, അവിടേക്ക് ദുരിതാശ്വാസ പാക്കേജ് കൊടുക്കുന്നതിൽ കേന്ദ്രം കാട്ടിയ അലംഭാവം, വൈരാഗ്യ ബുദ്ധിയോടുകൂടി അമിത്ഷാ എടുത്ത സമീപനം, ഇതിനെ ചോദ്യം ചെയ്യുന്ന കൃത്യമായ നീക്കമാണ് ആദ്യം പ്രിയങ്കയിൽ നിന്നും ഉണ്ടാകുന്നത്. വയനാടുകാർ ഏറെ പ്രതീക്ഷിച്ചതും ആ ഒരു വിഷയം തന്നെയാണ്. പ്രിയങ്ക ഗാന്ധിയുടെ കയ്യിൽ വയനാട് സേഫ് ആണ് എന്ന് എന്തുകൊണ്ട് ഇത്രയധികം വോട്ടർമാർ ഒരുപോലെ തീരുമാനിച്ചു എന്നതിൻ്റെ കൃത്യമായ ഉത്തരം കൊടുക്കൽ കൂടിയാണ് അത്. നരേന്ദ്രമോദി വയനാട്ടിൽ വന്ന് പ്രഹസനം നടത്തി തിരിച്ചുപോയി ഒരു രീതിയിലും ആശ്വാസകരമായ ഒന്നും ചെയ്യാതെ വയനാടുകാരോട് കാണിച്ച ഈ സമീപനത്തിന് കൊടുക്കുന്ന മറുപടി കൂടിയായിരിക്കും പ്രിയങ്ക ഗാന്ധിയുടെ ആ വിഷയം ഉന്നയിക്കൽ എന്ന് വ്യക്തമാകുന്നു. പ്രിയങ്ക ഗാന്ധി വയനാട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിൽക്കുന്നതോടുകൂടി വർഗീയ വിഷയം ഇളക്കി മറിക്കാൻ, മുനമ്പ വിഷയം ചർച്ച ചെയ്യാൻ BJP നിരവധിയായിട്ടുള്ള പൊതുവേദികൾ സംഘടിപ്പിച്ചു. അതെല്ലാം ചീറ്റിപ്പോയി എന്ന് മാത്രമല്ല, നാറി നാണം കെട്ടിയിരിക്കുകയാണ്. BJP സ്ഥാനാർത്ഥിയായ നവ്യ ഹരിദാസിന് കെട്ടിവെച്ച പണം തിരിച്ചു കിട്ടിയില്ല എന്ന് മാത്രമല്ല, കഴിഞ്ഞ തവണ കെ സുരേന്ദ്രൻ പിടിച്ചതിനേക്കാൾ 30,000 വോട്ട് കുറച്ചാണ് അവർ പിടിച്ചത് എന്നുള്ളത് വ്യക്തമാണ്. അതായത് കെ സുരേന്ദ്രൻ പിടിച്ചത് 13% വോട്ടാണെങ്കിൽ 11% വോട്ട് മാത്രമേ നവ്യ ഹരിദാസ് പിടിച്ചുള്ളൂ എന്ന് മാത്രമല്ല, കോഴിക്കോട് നിന്നും വയനാട്ടിലേക്ക് വന്ന നവ്യ ഹരിദാസിനെ കണ്ടം വഴി ഓടിച്ചിരിക്കുകയാണ് ജനങ്ങൾ. പ്രിയങ്ക ഗാന്ധിയോട് മത്സരിക്കുമ്പോൾ വലിയ തോതിൽ വർഗീയത പ്രചരിപ്പിച്ച് വോട്ടുകൾ സമാഹരിക്കാം എന്നതായിരുന്നു നവ്യയുടെ കണക്കൂട്ടൽ. പക്ഷേ ആ കണക്കൂട്ടൽ ഒന്നും ഏശിയ എന്ന് മാത്രമല്ല, നാണം കെട്ട് തിരിച്ചു മടങ്ങേണ്ട ഒരവസ്ഥയുണ്ടായി. വയനാട് മെഡിക്കൽ കോളേജ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ പറ്റി കൃത്യമായിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാനാണ് പ്രിയങ്ക നടത്തിയിരിക്കുന്നത്. വയനാടിനെ കുറിച്ചുള്ള കാര്യം തന്നെയായിരിക്കും ആദ്യം ചർച്ച ചെയ്യുക. 3 ജില്ലകളിലായാണ് വയനാട് ലോക്സഭാ മണ്ഡലം വ്യാപൃതമായി കിടക്കുന്നത്. മലപ്പുറവും കോഴിക്കോടും വയനാട് ജില്ല മുഴുവനുമായും ഒരു വലിയ ലോക്സഭാ മണ്ഡലമാണ് വയനാട് പാർലമെൻറ്റ് മണ്ഡലം. അതുകൊണ്ട് തന്നെ രാഹുൽ ഗാന്ധി ഒഴിഞ്ഞ സമയത്ത്, അതായത് വയനാട് ലോക്സഭ ഒഴിഞ്ഞുകൊണ്ട് റായ്ബറേലി നിലനിർത്തിയപ്പോൾ തന്നെ പ്രിയങ്കയും രാഹുലും അവിടെ തമ്പടിച്ചാണ് ഏകീകരണ പ്രവർത്തനങ്ങൾ കേന്ദ്രീകരിച്ചത്. അതാണ് ജനങ്ങളെ വല്ലാതെ അവരുമായി അടുപ്പിച്ചത്. കൃത്യമായി വയനാടിൽ പ്രിയങ്ക ഗാന്ധി പറഞ്ഞിരിക്കുന്നത്, ഞാൻ ഇവിടെ തന്നെ ഉണ്ടാകും, എങ്ങും പോകില്ല എന്ന് തന്നെയാണ്. ഞാൻ ഇവിടുത്തെ പ്രവർത്തകരുമായി ചേർന്നുകൊണ്ട് തന്നെയായിരിക്കും ഇനിയുള്ള കാലം പ്രവർത്തനം നടത്തുക എന്ന് ഉറപ്പ് നൽകിയിരിക്കുകയാണ്. പ്രിയങ്ക ഗാന്ധി പ്രചരണം നടത്തിയ വേളയിൽ മുഴുവനായി ഓരോ പഞ്ചായത്ത് തോറും കൃത്യമായി സന്ദർശിച്ചത് വോട്ടർമാരുടെ മനസ്സിൽ ഉണ്ടാക്കിയ ഇമ്പാക്റ്റ് ചെറുതല്ല എന്ന വിശദീകരണം തന്നെയാണ് ഇപ്പോൾ ലഭിക്കുന്നത്.